ഇനി നീട്ടി വെച്ച് ചെറിയമ്മേന്നൊന്ന് വിളിച്ച് ഞാനൊന്ന് കേക്കട്ടെ. ഇവളങ്ങ് വല്ലാണ്ടങ്ങ് സ്മാർട്ടായി പോയല്ലോ ചെറിയമ്മേ. ഇതാണ് അമ്മയും മോള് തിരിച്ചറിയാനുള്ള ഗുണം. വഴിയൊരുക്കിയത് നീയല്ലേടി, എല്ലാ ക്രെഡിറ്റും നിനക്കാ. ആ ഓക്കെ, എന്തായാലും അമ്മയും മോളും ഒന്നിച്ച ഈ സന്തോഷത്തിൽ വേറൊരു സന്തോഷ കാര്യം കൂടെ ഞാൻ പറയാം. ഇരിക്ക്. എന്താ മോളെ? രാധിക അമ്മയെ കണ്ടു. അമ്മ എന്തായാലും മോളെ വിടില്ല. പക്ഷേ അതുകൊണ്ടൊരു സേഫ്റ്റി ഇല്ലല്ലോ. സുകുമാരിയുടെയും പ്രിയങ്കയുടെയും ഭീഷണി ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഒരു വാളായി കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഒഴിവാക്കണ്ടേ? അതിന് വല്ല വഴിയും ഉണ്ടോ? ഉണ്ട്. സുകുമാരിയുടെയും പ്രിയങ്കയുടെയും കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണ്. ജയിലിൽ നിന്ന് അവരെ ജാമ്യത്തിലിറക്കാൻ ഒരാളുമില്ല. ഈ അവസരം നമ്മൾ മുതലെടുക്കാൻ തീരുമാനിച്ചാൽ സുകുമാരിക്കും പ്രിയങ്കയ്ക്കും ജയിൽ മോചനവും ഒപ്പം കുറച്ച് തുകയും കൂടി കൊടുത്ത വരുണിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാമെന്ന് പ്രിയങ്കയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റും. ആണോ മോളെ? നടക്കുന്ന കാര്യമാണോ? നടത്തണം. കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് രണ്ടുപേരും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. പണത്തിന്റെ കാര്യം പറഞ്ഞ രണ്ടുപേരും ചാടി വീഴുകയും ചെയ്യും. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ ചെറിയമ്മേ? വേണ്ട വേണ്ട, ഇതിനു മുൻപ് വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞ് കോടികൾ വാങ്ങിച്ചതാ. പ്രിയങ്ക എന്നിട്ട് പറ്റിച്ചു. ഇനിയും അവൾ അത് തന്നെ ചെയ്യുള്ളൂ. ഞാൻ ഇടപെട്ട ഒരു കാര്യത്തിൽ വാക്ക് മാറാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട വിധം എനിക്കറിയാം. നിനക്കൊന്നും മനസമാധാനത്തോടെ ജീവിക്കട്ടെ പെണ്ണേ. അതിനല്ലേ ഞാനീ പറയുന്നേ. മോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത്രയൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് കൃഷ്ണന്റെ അനുഗ്രഹം ഏറ്റവും കൂടിയ അവസ്ഥയിലാ ഇപ്പൊ ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. ഒരുപക്ഷെ മോളെ കൊണ്ട് തോന്നിച്ചതും ഭഗവാൻ തന്നെയായിരിക്കും. ഇത് നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നടത്തിയെടുക്കാം. ഇനി മോളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്കൊരു പ്രശ്നമുണ്ടെന്ന് അമ്മയ്ക്ക് വേവലാതി പാടില്ല. എല്ലാം ശുദ്ധമാവട്ടെ. പ്രിയങ്കയുടെ ഭീഷണി എന്നേക്കുമായിട്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോട്ടെ. നിന്റെ അമ്മയ്ക്ക് കോടാനുകോടികൾ നിനക്ക് തരാനുണ്ടാവും. പക്ഷെ ഈ ചേച്ചിയെ കൊണ്ട് ഇതേ നടക്കൂ. മതി. എത്ര കോടികൾ മുടക്കിയാലും ആർക്കും ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങളാ ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തത്. അതിന്റെ നന്ദി എനിക്ക് മാത്രല്ല, വരുണും ഉണ്ടാവും. ചേച്ചി എന്ത് തന്നെ ചെയ്താലും ജയിക്കും. അതിനുള്ള കഴിവ് ചേച്ചിക്കുണ്ട്.